ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഗാർഡനിൽ വേസ്റ്റായ സാധനങ്ങൾ, അതായത് പഴയ പ്ലാസ്റ്റിക് ബോട്ടിൽസ്, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, PVC പൈപ്പ്സ്, പഴയ ബക്കറ്റ്, പെയിൻറ്റിൻ്റെ ബക്കറ്റ്സ്, പഴയ പാത്രങ്ങൾ, പൊട്ടിയ പാത്രങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഗാർഡനിൽ ചെടിച്ചട്ടികളായിട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഭംഗി കൂട്ടാമെന്ന് കാണിക്കാനാണ്. ആദ്യം നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. നല്ലൊരു മരത്തടി കിട്ടിയപ്പം അതൊന്ന് പെയിൻറ്റ് ചെയ്തു. എന്നിട്ട് വീട്ടിൽ യൂസ് ചെയ്യാതെ ഉണ്ടായിരുന്ന പഴയ 4 മെലമൈൻ്റെ കറിയൊക്കെ ഒഴിക്കാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്ന പാത്രമാണിത്. അപ്പം അതിന് ചുറ്റും പെയിൻറ്റ് ചെയ്തിട്ട് PVC പൈപ്പ് ഇങ്ങനെ ഒരു റിങ് പോലെയാക്കി മുറിച്ചെടുത്തു. 4 പാത്രങ്ങൾ ഉണ്ടായതുകൊണ്ട് 4 PVC റിങ്സാണ് മുറിച്ചെടുത്തത്. എന്നിട്ട് ഈ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മരത്തടിയിലേക്ക് അതൊന്ന് ഡ്രിൽ ചെയ്ത് സ്ക്രൂ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇത് നിലത്ത് നിൽക്കാനായിട്ട് സിമെൻറ്റ് ബേസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പഴയൊരു പെയിൻറ്റ് ബക്കറ്റിൽ ഈ മരത്തടി വെച്ചതിന് ശേഷം ഒരു അത്യാവശ്യം ഹൈറ്റിലേക്ക് സിമെൻറ്റ് ഇട്ട് കൊടുത്തു. ഒരു 2-3 ദിവസം സെറ്റായതിനു ശേഷം അതെടുത്ത് വെള്ളത്തിലിട്ടതാണിത്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ആ സിമെൻറ്റും പെയിൻറ്റ് ചെയ്തിട്ടെടുക്കാം. അടുത്തത് ഈ ഒരു 10.5 മണി നട്ട സ്റ്റാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. ഇത് മൊത്തത്തിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആദ്യം ഒരു PVC പൈപ്പ്, പഴയൊരു PVC പൈപ്പ് എടുത്ത് അതിനെ പെയിൻറ്റ് ചെയ്തു. എന്നിട്ട് വീട്ടിലുണ്ടായിരുന്ന കുറച്ച് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, അതായത് യൂസ് ചെയ്യാതെ ഉണ്ടായിരുന്ന കുറച്ച് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് എടുത്ത് അതിനെ ഒന്ന് മുറിച്ച് അടിയിൽ ഹോൾസൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഈ ഒരു ഷേപ്പിലാണ് മുറിച്ചെടുത്തത്. അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് അതിനെ അടിയിൽ വെക്കുന്ന ഒരു രീതിയിൽ ആക്കിയിട്ടെടുത്തു. എന്നിട്ട് ഈ പ്ലാസ്റ്റിക്സ് ഒക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് ഈ PVC പൈപ്പിലേക്ക് ഡ്രിൽ ചെയ്തിട്ട് കൊടുത്തു. ഞങ്ങൾ ആദ്യം ഡ്രില്ല് ചെയ്ത് സ്ക്രൂ ചെയ്തതാണിത്. പക്ഷേ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിന് വെയിറ്റ് ഇല്ലാത്തത് കൊണ്ടും മണ്ണിട്ടതിന് ശേഷം അത് വീകുന്ന പോലെ തോന്നിയത് കൊണ്ടും ഞങ്ങൾ പിന്നീടത് കയറ് കെട്ടിയും ടാഗ്സ് വെച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ഈ ഡ്രില്ല് ചെയ്തിട്ട് നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ടാഗ്സ് യൂസ് ചെയ്തിട്ട് കെട്ടിയിട്ടും കൊടുക്കാം. എന്നിട്ട് പഴയൊരു ബക്കറ്റ് എടുത്ത് അതിലേക്ക് ഈ പൈപ്പ് വെച്ചതിന് ശേഷം മണ്ണിട്ട് നിറച്ചു. അടുത്തത് നമുക്ക് ഇതുപോലെയുള്ള നല്ല ഭംഗിയുള്ള ഫ്ലവർ സ്റ്റാൻഡ്സ് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. ഇത് നമുക്ക് സ്റ്റാൻഡായിട്ട് വെക്കുകയും ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഹാങ്ങിങ് ആയിട്ടും യൂസ് ചെയ്യാം. നമ്മളെല്ലാവരും വേസ്റ്റായി കളയുന്ന ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൊണ്ട് നമുക്ക് വളരെ ഭംഗിയുള്ള ഇതുപോലുള്ള ഫ്ലവർ സ്റ്റാൻഡ്സ് ആക്കിയെടുക്കാൻ പറ്റും. കുപ്പിയുടെ പേര് എഴുതിയിരിക്കുന്ന പേപ്പറിൻ്റെ മുകൾ ഭാഗത്ത് റൗണ്ടിൽ മുറിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പേര് എഴുതിയിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് പേപ്പർ എടുത്ത് കളയാം. അതിനുശേഷം നമ്മൾ പേര് ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ഈ സ്ഥലത്ത് ഒരേ അളവിൽ ഈക്വൽ സൈസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്യുമ്പം ലാസ്റ്റ് പീസ് കുറച്ച് വീതി കൂടിയതായിരിക്കണം. ഇതാണ് നമ്മൾ ഹാങ് ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന ഹാൻഡിൽ. അതിനുശേഷം നമ്മൾ മുകൾ ഭാഗം ബാക്കി വെച്ചിരുന്ന ആ ഒരു പാർട്ടിൽ നിന്ന് അത്യാവശ്യം വീതിയുള്ള ഒരു റൗണ്ട് റിങ് കട്ട് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന മറ്റേ പാർട്ടിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇട്ടുകൊടുത്ത് അതിലേക്ക് പെറ്റൽസ് പോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാക്കി ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ലാസ്റ്റ് ഭാഗം നമുക്കൊന്ന് ചെറുതായിട്ട് സൈഡിൽ ട്രിം ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ചൂടുള്ള സ്ക്രൂ ഡ്രൈവർ കൊണ്ടോ അല്ലെങ്കിൽ സോൾഡറോ കൊണ്ട് ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കാം. ഹാങ് ചെയ്യാൻ യൂസ് ചെയ്യാനാണിത്.
നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നല്ലോണം പെയിൻറ്റ് ചെയ്തിട്ട് ഏതൊരു ചെടിയും വെച്ച് കൊടുക്കാം, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അല്ലെങ്കിൽ ഫുൾ ബോട്ടിൽ യൂസ് ചെയ്ത് കുറച്ച് മാത്രം അതിൻ്റെ നടുവിൽ കുറച്ച് കട്ട് ചെയ്തിട്ട് ഇതുപോലെയും ഹാങ്ങിങ്സ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള വലിയ ക്യാൻസ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭാഗവും കളയാതെ അതിൻ്റെ നടുവിൽ മുറിച്ചതിന് ശേഷം നമുക്ക് രണ്ട് സൈഡും, അതിൻ്റെ ലിഡുള്ള സൈഡും അല്ലാത്ത സൈഡും നമുക്ക് ചെടിച്ചട്ടിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡ്രെയിനേജ് ഹോൾസ് ഉണ്ടാക്കാൻ നമുക്ക് സോൾഡർ തന്നെ വേണമെന്നില്ല. നമ്മുടെ കയ്യിലുള്ള സ്ക്രൂ ഡ്രൈവർ ഒന്ന് തീയിൽ വെച്ചതിന് ശേഷം, ഒന്ന് നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് പോക്ക് ചെയ്താൽ നമുക്ക് നല്ല ഹോൾസ് ഉണ്ടാക്കി കിട്ടും. പെയിൻറ്റിങ്ങിലാണ് കാര്യം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞങ്ങളിവിടെ പ്ലെയിൻ വൈറ്റാണ് പെയിൻറ്റ് ചെയ്തത്. അത് തന്നെ വെളുത്ത പത്രമണി നട്ടപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും ഒരുപാടുണ്ടാവുന്ന ഒരു സാധനമാണ് ചിരട്ട. അങ്ങനെ ചിരട്ട കൊണ്ട് നമുക്ക് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ഹാങ്ങിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം നമുക്ക് ചിരട്ടയിലുള്ള നാരൊക്കെ ഒരു പീലർ വെച്ചിട്ട്, ഏറ്റവും നല്ലൊരു ട്രിക്കാണ്, നമുക്ക് വെജിറ്റബിൾ പീലർ വെച്ചിട്ട് നല്ലോണം ഒന്ന് ചിരണ്ടിയെടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് സാൻഡ് പേപ്പറും വെച്ച് ഒന്ന് സ്മൂത്ത് ആക്കിയിട്ട് എടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിലും ഹോൾസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു ബക്കറ്റിൻ്റെ ഹാൻഡിലേക്ക് ഇതുപോലെ ചൂടി കയറ് കെട്ടി, എന്നിട്ട് അതിലേക്ക് ടെങ്കീസ് വെച്ചിട്ട്, അതായത് ചെറിയ നൈലോൺ ഫിഷിംഗ് ത്രെഡ് വെച്ചിട്ട് ഓരോ നീളത്തിൽ, അതായത് ചെറുത് മുതൽ വലുത് വരെ ഓരോ സൈസിലായിട്ട് കെട്ടിക്കൊടുത്തു. ഞങ്ങളിവിടെ ഓരോ ചിരട്ടയിലും 3 ഹോൾസ് ഉണ്ടാക്കിയിട്ടാണ് കെട്ടിക്കൊടുത്തിട്ടുള്ളത്. ഹോൾസ് ഉണ്ടാക്കാതെ ടെങ്കീസ് നമ്മുടെ ചിരട്ടയുടെ അടിയിൽ കെട്ടിയിട്ടും നമുക്ക് തൂക്കിയെടുക്കാൻ പറ്റും. പാൽപ്പൊടിയുടെ വലിയ കണ്ടെയ്നേഴ്സാണിത്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ തീരെ വേസ്റ്റേജ് ഇല്ലാതെ, അതായത് ലിഡ് പോലും ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന്, നമ്മൾ സാധാരണ തന്നെ മുറിക്കുന്ന പോലെ, അതായത് ഹോറിസോണ്ടലി നേരെ പകുതിയാക്കി അതിൻ്റെ ലിഡ് ഒരു സൈഡായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് മറ്റേ സൈഡും പെയിൻറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡ്രെയിനേജ് ഹോൾസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലത്തെല്ലാം ഹോൾസ് ഉണ്ടാക്കി വെക്കുക. വേറൊരു രീതിയിലും നമുക്ക് ഈ കണ്ടെയ്നേഴ്സ് മുറിക്കാൻ പറ്റും. അതായത് വേർട്ടിക്കലി, ലിഡോട് കൂടിയിട്ട്, മൂടിയോട് കൂടിയിട്ട് ഫുൾ ബോഡി നമുക്ക് നേർപകുതിയായിട്ട് മുറിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ലിഡ് നേർപകുതിയായി മുറിച്ചത് കൊണ്ട് അത് ഊരി പോവാതിരിക്കാൻ നമുക്ക് അവിടെ ഹോൾസ് ഉണ്ടാക്കിയിട്ട് നല്ലൊരു സ്ട്രോങ് വയറ് കൊണ്ട് കെട്ടിക്കൊടുക്കാം. ഇതിൽ പെയിൻറ്റ് ചെയ്ത് പെന്നി വേർട്ടും ടർട്ടിൽ വൈനും നട്ടതിന് ശേഷം നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ വീട്ടിലെല്ലാം ഇതുപോലെ യൂസ് ചെയ്യാത്ത ബാസ്ക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം പെയിൻറ്റ് ചെയ്തിട്ട് നമുക്കതിൽ ടർട്ടിൽ വൈൻസും അതിൻ്റെ ഹോൾസിൽ പത്രമണിയും നട്ടു കൊടുക്കാം. ഇങ്ങനെ നമുക്കിത് നല്ലൊരു ഹാങ്ങിങ് പോട്ടായിട്ട് യൂസ് ചെയ്യാം. ഇതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യാത്ത, കിച്ചണിൽ യൂസ് ചെയ്യാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങളും പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രെയിനേഴ്സ്, പൊട്ടിപ്പോയ മൺചട്ടി എല്ലാം നമുക്ക് ഇതുപോലെ ഹാങ്ങിങ് പോട്ട്സ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് പാത്രങ്ങളാണിത്.
അപ്പം പഴയതായ ഇതുപോലുള്ള സ്റ്റോറേജ് പാത്രങ്ങൾ നമുക്ക് മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്തിട്ടും ചെടിച്ചട്ടിയായിട്ട് വലിയ ചെടികൾക്കായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് പകുതിയായി മുറിച്ച് ലിഡോട് കൂടിയിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ട് ചെടിച്ചട്ടിയായിട്ട് യൂസ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ പെയിൻറ്റിൻ്റെ ബക്കറ്റ്സിൽ നട്ട ചെടികളാണ്. അതേപോലെ തന്നെ നമ്മൾ തൈരിൻ്റെ കപ്സിലും പിന്നെ ഐസ്ക്രീം ക്യാനിലും നമ്മുടെ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സിലും നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്നുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സും എല്ലാം പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ചെടിച്ചട്ടികളായിട്ട് യൂസ് ചെയ്യാം. പൊട്ടിപ്പോയ ബക്കറ്റ്സ് പിന്നെ ഇതുപോലെയുള്ള വലിയ ട്രേസ് എല്ലാം നമുക്ക് നല്ല ഭംഗിയുള്ള ചെടിച്ചട്ടികളായിട്ട് മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. വീണ്ടും കുറേ നല്ല വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.